അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകൾ ശരിയാവണോ നിയ്യത്ത് വേണം. നിയ്യത്തുണ്ടെങ്കിലേ അമലുകൾ ശരിയാവൂ, അല്ലെങ്കിൽ അമലുകൾ ശരിയാവില്ലെന്നാണ് മഹാനായ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഖ് അറബശാസ്ത്ര പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചു. ഏത് വിഷയങ്ങളാണെങ്കിലും സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും ഒക്കെ നിയ്യത്ത് നിർബന്ധമാണ് എന്ന്. നമ്മളിപ്പോൾ നോമ്പ് കാലമാണ്, പ്രത്യേകിച്ച് നോമ്പ് നോൽക്കുന്ന ആളുകൾ ഓരോ ദിവസം നിയ്യത്ത് ചെയ്യുന്നവരാണ്. ഇതിനും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഫുഖഹ പറയുന്നുണ്ട് വഫറലുഹു നിയ്യ, നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. നോമ്പിന് നിർബന്ധമാണ്, ഫർളാണ്, നോമ്പിൻ്റെ ഫർളാണ് നിയ്യത്ത് എന്നുള്ളത്. ആ നിയ്യത്ത് അവിടെ തന്നെ പറയുന്നുണ്ട്, നിയ്യത്തും ബിൽ ഖൽബി, കൽബ് കൊണ്ടാണ് നിയ്യത്ത് എന്ന്. കൽബ് കൊണ്ടുള്ള നിയ്യത്ത് കരുത്തുണ്ടെങ്കിലേ അവന് നോമ്പുണ്ടാവുകയുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം സ്വാഭാവികമായും ഇന്ന് നമ്മളൊക്കെ നമ്മുടെ പഴയ പാരമ്പര്യമായി നമ്മൾ പോരുന്ന തറാവി നമസ്കാര നിർവഹണം കഴിഞ്ഞ് ഇമാമ് അവർക്ക് ബാക്കിലുള്ള മൗമൂമിങ്ങൾക്ക് നിയ്യത്ത് പറഞ്ഞു കൊടുക്കുന്നൊരു ശൈലിയുണ്ട്. ഇത് നല്ലൊരു ശൈലിയാണ്. കാരണം നിയ്യത്ത് മറന്നു പോവില്ലല്ലോ. അത് പാരമ്പര്യമായി നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമ്മൾ കിട്ടിയതുമാണ്. അല്ലാതെ തറാവി കഴിഞ്ഞാൽ ഉടനെ നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്, അതുകൊണ്ടല്ല. ഇതിങ്ങനെ പാരമ്പര്യമായി പോകുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ആളുകളും തറാവി നമസ്കാരം നിർവഹണം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എണീക്കുകയും ഇരിക്കുകയും നീങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിലാകും ഒരുപക്ഷെ ഇമാമ് ഈ നിയ്യത്ത് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ നമ്മൾ വാച്ചിലേക്ക് നോക്കി ഇന്നലെ കുറച്ച് നേരത്തെയാണല്ലോ, ഇന്ന് കുറച്ച് വൈകിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇമാം ഇങ്ങനെ നിയ്യത്ത് പറഞ്ഞു തരുന്നത്. നമ്മളതൊക്കെ വാച്ചിലേക്ക് നോക്കി മറ്റിടത്തേക്ക് നോക്കി നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാ കൊണ്ട് മാത്രം. ഈ നിയ്യത്ത് ശരിയാവില്ല, ഇത് ഫലപ്രദമല്ല. ഇങ്ങനെ ഒരു നിയ്യത്ത് ചെയ്താൽ അവന് നോമ്പ് കിട്ടില്ല എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വലായുഷ്തറത്തു തലഫ്ഫുള് ബിഹ, ഉച്ചാരണം എന്ന് പറഞ്ഞത് ഒന്നുമല്ല. ബല്യുന്തബു, അത് സുന്നത്തേയുള്ളൂ. ബല്യുന്തബു, സുന്നത്ത് മാത്രമേ ഉള്ളൂ. വാ കൊണ്ട് പറയലല്ല നിയ്യത്തെന്ന് പറയുന്നത്. നിയ്യത്തും ബിൽ ഖൽബി, കൽബ് കൊണ്ടാണ് നിയ്യത്ത് വേണ്ടത്. വാ കൊണ്ട് മാത്രം പറയുന്ന രീതിയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മൾ അത്തായം കഴിച്ചില്ല, അത് നോമ്പ് നോക്കാനില്ല, അത് പോരയെന്ന്. പോരാ എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വലായുന്നത്തസഹുറു, അത്തായം കഴിക്കൽ പോലും അതിനെക്കുറിച്ച് പോരാ, നിയ്യത്തിനെക്കുറിച്ച് അത് തൊട്ടത് മതിയാവില്ല എന്ന്. ചുരുക്കത്തിൽ ഇന്നമല്ലാമാല് ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ നിയ്യത്ത് വെച്ചെങ്കിലേ ആ മനസ്സിൽ ഉണ്ടെങ്കിലേ അവന് നോമ്പുണ്ടാകും. മനസ്സിൽ ഒരാൾ അത്തായം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ റമളാൻ മാസത്തിൻ്റെ നോമ്പിനെ ഞാൻ നാളെ നോൽക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ കരുതിയെന്ന് മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത രീതിയിൽ വെറും അത്തായം കഴിക്കൽ കൊണ്ട് മാത്രം അവന് നോമ്പ് കിട്ടുകയില്ല. മനസ്സിലാണ് നിയ്യത്ത് വേണ്ടത് എന്ന് ഈ കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൗമൂമിങ്ങൾക്കൊരു പക്ഷേ ഇത് വിവരമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇമാമിനുള്ളതാണ്. ഇമാമ് പറയണം, നിയ്യത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലണം. ഇത് വാ കൊണ്ട് പറയേണ്ടതല്ല, ഇത് കൽബിനകത്തേക്ക് കയറേണ്ടതാണ്. ഈ ഒരു രീതിയിൽ നിയ്യത്ത് ചെയ്യണം എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഒരു പക്ഷേ നിസ്കരിക്കാൻ ഈ നിയ്യത്ത് ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കുണ്ടാവും. കാരണം ഇവർക്കത് അറിയണമെന്നില്ല. ഇങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായി അവൻ്റെ നിയ്യത്ത് അത് ശരിയാവാതെ പോവുകയും അതിലൂടെ അവൻ്റെ നോമ്പ് അവന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫർള് നോമ്പ്, പ്രത്യേകിച്ച് ഫർള് നോമ്പുകളാകുമ്പോഴേക്ക് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഓരോ രാത്രികളിലും തബീയത്ത് നിയ്യത്ത് വേണമെന്ന്, രാത്രി തന്നെ ആവണം. ഫർള് നോമ്പല്ലേ, അതിന് രാത്രി തന്നെ നിയ്യത്ത് വേണം. രാത്രി എന്ന് പറഞ്ഞാൽ അത് പിന്നെ രാത്രി ഫീമാ ബൈന ഖുറൂബി ശംസി വത്തുലൂഇൽ ഫജ്രി എന്നാണ്. ഫജ്ർ വെളിവാകുന്നതിന് സുബൈയുടെ മുമ്പ് മഗ്‌രിബിൻ്റെ ശേഷം ഏത് സമയത്തുമാകാം. അത് ഫർള് നോമ്പുകൾക്ക് മാത്രം ബാധകമാണ്. സുന്നത്ത് നോമ്പിന് അത് ബാധകമല്ല. കാരണം സുന്നത്ത് നോമ്പുകൾക്ക് ഉച്ചയുടെ മുമ്പ് വെച്ചാൽ മതി. ഫർള് എന്ന് പറഞ്ഞാൽ കഫാറത്താണെങ്കിലും നേർച്ച നോമ്പാണെങ്കിലും ഇങ്ങനെയുള്ള നോമ്പുകൾക്കൊക്കെ രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. അതിന് പകൽ നിയ്യത്ത് ചെയ്താൽ മതിയാവുകയില്ല. ഫർളാണതെല്ലാം, അതുകൾക്കൊക്കെ രാത്രി തന്നെ തബീയത്തുൻ നിയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം സുബഹിയുടെ മുമ്പ് എപ്പോഴും ആ നിയ്യത്ത് ചെയ്യാവുന്നതാണ്. ആ സമയത്താണ് ഫർള് നോമ്പിന് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു രീതി വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴുമായി ഈ കാര്യത്തിൽ അശ്രദ്ധമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ നിയ്യത്തിൻ്റെ കാര്യം വളരെ ബദ്ധശ്രദ്ധരാവണം. ഈ വിഷയത്തിൽ നമ്മുടെ നോമ്പിൻ്റെ മർമ്മപ്രധാനമായ ഫർളാണ് നിയ്യത്തെന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നോമ്പുണ്ടാവില്ല. നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ ബാധ്യതയായി സർവശക്തനായ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ടാകും. നിയ്യത്ത് ചെയ്യുമ്പോൾ എല്ലാവരും
ശ്രദ്ധിക്കുക. പള്ളിയിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുമ്പോഴാണെങ്കിലും വേണ്ടില്ല. ഇനി വീട്ടിൽ പോയി അവൻ അത്തായം കഴിച്ച് സ്വന്തം പള്ളിയിൽ പോവാതെ വീട്ടിൽ നിന്ന് നീയത്ത് ചെയ്യുകയാണെങ്കിലും വാ കൊണ്ടിങ്ങനെ പറഞ്ഞു, മനസ്സിലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധമായി വാ കൊണ്ടിങ്ങനെ പറഞ്ഞാൽ അവന് ആ നിസ്കാരം അല്ലെങ്കിൽ അവൻ്റെ നോമ്പ് എല്ലാം ബാധകമാണ്. നീയത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.